സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു ഗ്രാൻഡ് ആണെങ്കിലും അതുണ്ടാക്കുന്ന പാചക തൊഴിലാളിയുടെ വേതനത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല. 3 മാസത്തെ കുടിശ്ശിക നിൽക്ക ചെയ്താണ് ഒരു വിമുഖതയും പങ്കുവെക്കാതെ ഇവർ ഇങ്ങനെ പണിയെടുക്കുന്നത്. പാചക തൊഴിലാളി മേഖലയിൽ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള ഒരു 50 രൂപയെങ്കിലും കൂട്ടിയിട്ടുണ്ടാകും. അത് കേൾക്കാനുള്ള ആകാംക്ഷയോടുകൂടി ഇരിക്കും. നമുക്കത് 50 രൂപ പോലും കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈ 9 വർഷക്കാലമാണ് എൻ്റെ ഒരു ഓർമ്മ. മക്കളെ പോലെ കാണുന്ന കുട്ടികളുടെ അന്നം മുടക്കി സമരം ചെയ്യാൻ ഇവർ ഒരുക്കമല്ല. ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെയാണ് ഞങ്ങൾ ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യണത്. എന്നാലും ഞങ്ങൾക്ക് അവഗണന മാത്രമേ ഉള്ളൂ. പക്ഷേ പണിയെടുത്ത കൂലി കിട്ടണമെങ്കിൽ സമരം ചെയ്യാതെ മാർഗമില്ല എന്ന അവസ്ഥയാണ്. 3 മാസമായിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞ് 1 മാസം എവിടെയെങ്കിലും ഒരു സമരം ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ശമ്പളം വന്നത്. അതും അവധി സമയത്തും ശമ്പളമില്ല. ഭക്ഷണ മെനുവിൽ മാറ്റത്തിനനുസരിച്ച് വേതനത്തിലും മാറ്റമുണ്ടായാലേ ജീവിത പ്രാരാബ്ദം കുറയൂ. ചോറ്, സാമ്പാർ, ക്യാബേജ്, തോരനാണെങ്കിൽ അത് കഴിയുമ്പോൾ കടല, മോരുകാച്ചത്, കാളൻ, അത് പിന്നെ ബുധനാഴ്ച ദിവസം ആണെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ്, ബീട്രൂട്ട് തോരൻ, മുട്ട, പിന്നെ വീണ്ടും വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും വീണ്ടും പാലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് തന്നെ എത്തേണ്ടി വരും. ഇപ്പോൾ 3 മാസമായി ശമ്പളം കിട്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 15-ാം തീയതിക്കുള്ളിലെങ്കിലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടണ വിധത്തിലായി കിട്ടിയെങ്കിൽ നല്ലതായിരിക്കും. പലപ്പോഴും ജോലിഭാരം മൂലം വൈകിട്ട് അവശതയോടെയാണ് വീട്ടിലെത്തുന്നത്. ശമ്പളം മുടങ്ങിയിട്ടും കുരുന്നുകളുടെ അന്നം മുട്ടാതിരിക്കാനാണ് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഇവർ ഈ പാചകത്തൊഴിൽ ചെയ്യുന്നത്. ഇവരുടെ കുടുംബത്തിലെ അന്നം മുട്ടാതിരിക്കാൻ കൃത്യമായ ശമ്പളം ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണം. സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.